ഉപയോഗിച്ച് പണി കിട്ടിയോ ഇല്ലയോ ഇത് യൂസ് ചെയ്തിട്ട് ഇത്രയും വേസ്റ്റ് പ്രോഡക്റ്റ് ഇത് ബ്രൈറ്റനിങ് മാത്രമേ പറ്റുള്ളൂ, വൈറ്റനിങ് മാത്രമേ കൊള്ളുള്ളൂ എന്നൊക്കെയാണ്. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് നാളായി ഞാൻ ഓർക്കുന്നു ഇതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് വട്ടം എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടും ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത്. അപ്പം പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. എന്നാലേ ഈ ഒരു വീഡിയോയുടെ റിസൾട്ട്, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം കുറച്ച് ട്രിക്സും ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ടിപ്പും ട്രിക്സൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങാം. എൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻസ് അല്ല, ഒരുപാട് പേര് കണ്ടിട്ട് പറയുന്ന ഒരു സജഷനാണ്, സൗണ്ട് കുറവാണ് വീഡിയോയ്ക്ക്, പഴയതുപോലൊരു എനർജി തോന്നുന്നില്ല, പിന്നെ ട്രാവൽ വ്ലോഗ് വീഡിയോ എന്താണ് ചെയ്യാത്തത്, ട്രാവൽ വ്ലോഗ് വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും, അതാണ് കൂടുതൽ കാണാൻ ആഗ്രഹം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത് പറയണം കേട്ടോ, എന്താണെന്നുള്ളതൊക്കെ പറയണം. വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സൗണ്ടിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നതായിരിക്കും കേട്ടോ. മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ മൈക്കിൻ്റെ മൈക്ക് ചാർജ് ചെയ്തിട്ട് ഒരു കുറച്ച് നാളായിട്ട് ചാർജ് ചെയ്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് കുറഞ്ഞത് വല്ലതായിരിക്കും, മൈക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ഞാൻ എന്തായാലും ഫുൾ ചാർജൊക്കെ ആക്കി ആണ് ഇന്നിപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മൈക്ക് ഏതാണെന്നും അതിൻ്റെ ഏത് മൈക്കാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ പലരും യൂസ് ചെയ്യുന്നൊരു മൈക്കാണ് കേട്ടോ ഇത്. ഇതുവരെ എനിക്കൊരു പ്രോബ്ലം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇടയായിട്ട് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് കുറച്ച് സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ചാർജിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. കാരണം ഇത് ഒരു തവണ ചാർജ് ചെയ്തതിന് കുറേ നാൾ നിൽക്കും കേട്ടോ. ഞാൻ ഒരു മാസത്തോളം വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടല്ലോ, ഒരു മാസമല്ല, ഒരു 2-3 മാസത്തോളം ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ചാർജ് ചെയ്ത് വെച്ചിരുന്നു, ഇപ്പോഴും അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈയിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് കുറച്ച് പണി തന്നുകൊണ്ടിരിക്കുകയാണ് മൈക്ക് എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ ചാർജ് തീർന്നു പോയിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ചാർജൊക്കെ ഫുള്ളാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഞാൻ ഈ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഇത് കേട്ട് മടുത്തിട്ടുണ്ടാകും. എന്നാലും ഈ ഫേസ് വാഷിനെ കുറിച്ച് ഞാൻ കൂടുതൽ റിവ്യൂ പറഞ്ഞിട്ടില്ല. പ്രോഡക്ട്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, ഈ റീസെൻ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഹിമാലയയുടെ ക്ലിയർ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഫേസ് വാഷാണ്. ഇതിന് മുന്നേ ഞാൻ മേടിച്ച ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ഈ ഒരു സാഫ്രോണിൻ്റെ ആ ഒരു പടമൊന്നും ഇല്ലായിരുന്നു, ഈ ഇമേജ് ഇല്ലായിരുന്നു. അതിന് പകരം ചന്ദനത്തിൻ്റെ ഒരു ഇതായിട്ട് ഒക്കെ ആയിരുന്നു കേട്ടോ. അതാണ് എനിക്കൊരു ഡൗട്ട് തോന്നി. ഇപ്പം ഇത് ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത്. അപ്പം ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇത് ഡെയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, ഫേസ് വാഷ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് രാത്രിയും വൈകിട്ട് നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഡെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കാതിരുന്നപ്പോൾ ഞാൻ ഈ ഒരു ഇതാണ് വാങ്ങിച്ചത്, പെട്ടെന്ന് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്. ഹിമാലയയുടെ തന്നെ പ്യൂരിഫൈങ് നീം ഫേസ് സ്ക്രബാണ്.
അപ്പം ഇത് രണ്ടുമാണ് ഞാനിപ്പം റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് നൈറ്റ് ഉപയോഗിക്കുക കേട്ടോ ഞാനിത്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം രണ്ടും ഒരേ എന്താ ഒരേ എന്താ ഗുണം തന്നെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ടാൻ നല്ലതായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ഇപ്പം ഒരു ഫംഗ്ഷന് പോകണം, ഒന്ന് ബ്രൈറ്റ് ആവണം, അപ്പോൾ നമുക്കൊരു 2 ദിവസത്തിന് മുന്നേ തൊട്ടേ ഇതൊന്ന് ഇട്ട് റെഡിയാക്കുകയാണെങ്കിൽ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയത് നമുക്ക് തോന്നും. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ, നമ്മുടെ ഈ പിമ്പിൾസ് വന്നതിൻ്റെ പാടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ലൈറ്റനിങ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു കേട്ടോ. പുറകാലെ അത് മാറുന്നതായിരിക്കും. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ഇപ്പോഴും എൻ്റെ ചെറിയ പാടായിട്ടുണ്ട് കേട്ടോ. കുരു വന്നിട്ട് അത് പൊട്ടിയ പാടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രമേണ അത് നല്ല പാടായിരുന്നു. ഒരു നല്ല കറുത്ത ഒരു പാടായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നത്. അപ്പം അത് ക്രമേണ ഇത് ഞാനത് കുറയാൻ വേണ്ടി വാങ്ങിച്ചത് ഒന്നുമല്ല. നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. നമ്മൾ ഉള്ള ഫേസ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ഞാനിത് യൂസ് ചെയ്തത്. പക്ഷേ എനിക്കത് റിസൾട്ട് ഉണ്ടായി കേട്ടോ. അപ്പം നിങ്ങൾക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും, ഒരു ജെൻറ്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ്. ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും സഹായിക്കുന്നതായിരിക്കും. എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നന്നായിട്ട് പിമ്പിൾസിനെ നന്നായിട്ട് ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നീമും അതുപോലെ തന്നെ ആപ്രിക്കോട്ടുമാണ്. നമ്മൾ നീം എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഒരു ബാക്ടീരിയൽ എന്താണ് ഏജൻ്റാണ് കേട്ടോ. അതുപോലെ ബാക്ടീരിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റിമൂവ് ചെയ്യാനും അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനും ഒക്കെ നീം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്രിക്കോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ ഒന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് എക്സ്പ്ലോയിറ്റഡ് ബ്ലാക്ക് ഹെഡ്സ് പ്യൂരിഫൈങ് ഫോർ ക്ലിയർ സ്കിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിനൊക്കെ ഒന്ന് മാറ്റുകയും അതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു സ്കിന്ന് തരികയും ചെയ്യും. അത് ഈ രണ്ട് ഫേസ് വാഷും അതുപോലെ തന്നെ നമ്മൾക്കൊരു ക്ലിയർ സ്കിൻ തന്നെയാണ് തരുന്നത് കേട്ടോ. ഇതിൽ എഴുതിയേക്കുന്നത് തന്നെ ക്ലിയർ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. നല്ലൊരു ഒരു സ്കിന്നിനൊരു ഗ്ലോ തരാനും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റൻ കൊണ്ടുവരുവാനും രണ്ട് ഫേസ് വാഷ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രണ്ടും യൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഒരു സെൻസിറ്റീവ് ഡ്രൈ സ്കിന്നാണ് എനിക്ക്. കോമ്പിനേഷൻ എന്ന് കൂടെ പറയാം, പക്ഷേ അത്ര കോമ്പിനേഷൻ അല്ല. സെൻസിറ്റീവ് ഡ്രൈ സ്കിന്നായിരിക്കും കറക്റ്റ് പറയുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത് ഉപയോഗിച്ചാലും പെട്ടെന്ന് അതിനോടൊരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഫേസ് വാഷും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.